जनरल सेक्रेटरी जादा मनोज कुमार, पार्टी संस्थान सेक्रेटरी वैस कैप्टन मूवाറ്റുപുഴ अशरफ मौलवी, अध्यक्ष ഷഫീഖ്, ജാഥ ഡയറക്ടർ യൂസഫ് വയനാട്, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കളെ, നല്ലവരായ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-ാം തീയതിയാണ് കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്ന് ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രസക്തമായ മുദ്രാവാക്യങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് കടന്നു വരുന്നതിന് പ്രിയ പ്രവർത്തകർ വിശദീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ രാജ്യത്ത് 60 വർഷം നമ്മളെ ഭരിച്ചു കഴിഞ്ഞ 61 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ രാജ്യത്ത് ഇനിയും ഒരു ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമാർ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അടിവരയിട്ടുകൊണ്ടൊന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം 63 വർഷം ഭരിച്ചിട്ടും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത അവസര സമത്വത്തിന്റെ പേരിൽ, നീതി നിഷേധത്തിന്റെ പേരിൽ അധികാരവർഗങ്ങളിൽ നിന്ന് ആത്മഹത്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഃഖപൂർണമായ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ രാജ്യത്തെ സാധാരണക്കാരോടാണ് ഞങ്ങൾക്ക് സംവദിക്കുവാനുള്ളത്. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ രാഷ്ട്രീയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്തെ ഭൂമിയില്ലാത്തവന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തെ വികസനത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെട്ടവന്റെ രാഷ്ട്രീയം, അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അതിശക്തമായ 2 പ്രമേയങ്ങളാണ്. ഒന്ന് വിശപ്പിൽ നിന്നുള്ള മോചനം, മറ്റൊന്ന് ഭയത്തിൽ നിന്നുള്ള മോചനം. നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് വികസനം എന്നുള്ളത്. നമ്മുടെ രാജ്യം ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി അമേരിക്കൻ രാഷ്ട്രത്തലവനുമായി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം ഏത് രാഷ്ട്രങ്ങളുമായി സംവാദത്തിലേർപ്പെടുമ്പോഴും, നമ്മുടെ രാജ്യം ഏതൊരു രാഷ്ട്രവുമായി സംഭാഷണത്തിലേർപ്പെടുമ്പോഴും നമ്മുടെ രാജ്യം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ട, നമ്മുടെ രാജ്യം ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധമെന്ന് മുന്നോട്ട് വെക്കുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിലോടി വരേണ്ടത് അവന്റെ ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ അജണ്ട മുന്നോട്ടെടുക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, രാജ്യം കണ്ടുവച്ച, രാജ്യം മുന്നോട്ട് നയിച്ച വികലമായ വികസനത്തിന്റെ ഇരകളുടെ വായിൽ നിന്നാണ്, അവരുടെ മനസ്സിൽ നിന്നാണ് ഞങ്ങൾക്ക് വിശപ്പിൽ നിന്നുള്ള വന്നുകൊണ്ടിരിക്കുന്നത്. നാം രാജ്യത്തെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി ലോകവുമായി നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സാധാരണക്കാരനായ ഈ രാജ്യത്താണ്. പക്ഷേ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം അത് ഈ രാജ്യത്തെ പൗരന്മാർക്കെതിരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണം. അതുകൊണ്ട് ഭയത്തിൽ നിന്നുള്ള ഒരു മോചനമെന്ന മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം. ഈ 2 മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ രാജ്യം ഭരിച്ചു പിടിച്ചവർ ഈ രാജ്യത്തെ ഭീകരതയ്ക്കെതിരെ സമരം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണകൂടം അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതുതായി ആവിഷ്കരിച്ച ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ രാജ്യത്തെ ആദിവാസി ഗ്രാമങ്ങളിലൂടെ, രാജ്യത്തെ പിന്നാക്ക ഗ്രാമങ്ങളിലൂടെ, രാജ്യത്തെ വൻകിട മുതലാളിമാർക്ക് വേണ്ടി ആദിവാസികളുടെ സമരങ്ങൾ അടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാവോയിസ്റ്റുകളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയണം, 63 വർഷം ഈ രാജ്യം ജനാധിപത്യ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയി. വടക്കൻ സംസ്ഥാനങ്ങളിലെ ഇന്ത്യ രാജ്യത്ത് 150-ലധികം വരുന്ന ജില്ലകൾ ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോ നമ്മുടെ കേന്ദ്ര പോലീസിനോ അതല്ലെങ്കിൽ പ്രാദേശികമായ പോലീസുകാർക്കോ യാതൊരു നിയന്ത്രണവുമില്ലാത്തവണ്ണം നമ്മുടെ രാജ്യം ഓരോ പ്രദേശങ്ങളും സ്വയംഭരണ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? മാവോയിസ്റ്റുകളാണ്. ആരായ മാവോയിസ്റ്റുകൾ? എങ്ങനെയാ ഈ രാജ്യത്ത് മാവോയിസ്റ്റുകൾ ഉണ്ടാകുന്നത്?
രാജ്യത്തെ അവരുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാതെ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ അവർക്ക് വേണ്ടി അവർ സംഘടിക്കുമ്പോൾ, ആ അവകാശങ്ങൾക്കും അവരുടെ നീതി നിഷേധത്തിനുമെതിരെ അവർ സംഘടിക്കുമ്പോൾ അവര് മാവോയിസ്റ്റുകളാക്കി മാറ്റുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് 1/3 ജില്ലകൾ, രാജ്യത്ത് 1/3 ജില്ലകളിൽ നിന്ന് മാവോയിസ്റ്റുകളുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസുകാരനും പട്ടാളക്കാരനും നിരേനയെന്നോളം മാവോയിസ്റ്റുകളുടെ കൈകളാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഈ സാഹചര്യം ഉണ്ടായത്? 63 വർഷം ഭരിച്ചിട്ട് എന്താണ് ഈ രാജ്യത്തെ സാധാരണക്കാരനുണ്ടായ നേട്ടമെന്നാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങളുടെ